ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഏവർക്കും തസ്സൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓവനൊന്നുമില്ലാതെ ഒരു ഡേറ്റ്സ് പൂക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വെരി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം നമ്മൾ ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു പ്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അത് ഒന്ന് ചൂടായി വരുന്ന നേരത്ത് നമുക്ക് ഒരു 1/4 കപ്പോളം മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം. നല്ലതുപോലെ ഇടഞ്ഞെടുത്ത മിശ്രിതമാണത്. അപ്പം ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് ഞാനിവിടെ 3 മുട്ട ഉടച്ചൊഴിക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ചേർക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നല്ല പത വരും. ആ സമയത്താണ് നമ്മളിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ഈ മുട്ടയുടെ മിശ്രിതത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇടഞ്ഞു വെച്ച മൈദയുടെ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചാണ് നമ്മൾ മിശ്രിതം ചേർത്ത് കൊടുക്കേണ്ടത്. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ കോൺഫ്ലോർ എല്ലാം ചേർത്ത ഇടഞ്ഞെടുത്ത പൊടിയാണ് നമ്മളിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് അതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർക്കുന്നുണ്ട്. ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കിടക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിലേക്ക് ഒഴിച്ചൊക്കെ കൊടുക്കാം. മോൾഡെല്ലാം ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. കുറച്ച് ഡേറ്റ്സ് നമ്മൾ ഇതുപോലെ എടുത്ത് കുരുവൊക്കെ കളഞ്ഞെടുക്കണം. നമുക്ക് അരച്ച് ചേർത്തും നമുക്കിതുപോലെ കേക്ക് ഉണ്ടാക്കാം. ഇത് ഇവിടെ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ നമ്മൾ കുറച്ച് മാവെടുത്തിട്ട് നമ്മുടെ ബാറ്റർ എടുത്തിട്ട് നമ്മളൊരു കപ്പിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒരു പകുതിക്ക് ഒഴിച്ചതിന് ശേഷം ഓരോ ഡേറ്റ്സും നമ്മൾ കുരു കളഞ്ഞ് വെച്ച ഡേറ്റ്സ് എടുത്തിട്ട് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് മൈദയിലൊക്കെ ഡസ്റ്റ് ചെയ്ത് വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കും. ഞാൻ അങ്ങനെ തന്നെ അങ്ങ് ഇടുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് കുറേശ്ശെ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ.
ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതുപോലെ കുറച്ച് ഡേറ്റ്സും കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ മോൾഡും ഞാൻ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. ലെയറായിട്ട് ഡേറ്റ്സ് വെച്ച് ലെയറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ചൂടായി കിടക്കുന്ന നമ്മളുടെ ഓവൻ സെറ്റപ്പിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് നമ്മളുടെ കേക്ക് ബേക്കായി കിട്ടും. നമ്മൾ സിം ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വെച്ച് ബേക്കാക്കുന്നത് കേട്ടോ. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കൊക്കെ നോക്കുവാണ്. ഇതുപോലൊരു തവിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് ഞെക്കി നോക്കുമ്പോൾ നമ്മളുടെ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്കെല്ലാം ഞാനിവിടെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മോൾഡിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല മോൾഡിനകത്ത്. നല്ലൊരു തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ മോൾഡിൽ നിന്ന് നമ്മുടെ കേക്കെല്ലാം നമുക്ക് എടുത്ത് വെക്കാം. അങ്ങനെ സോഫ്റ്റായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഡേറ്റ്സൊക്കെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. കേക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ കുറച്ച് മാവ് ഇതുപോലെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് അതും ബേക്കാക്കി എടുത്തു. അതും റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പരിസരമാണ്. നല്ല പച്ചപ്പായിട്ടുള്ള വീടും പരിസരവുമാണ് ഞങ്ങളുടേത്. കേക്ക് കഴിച്ചുകൊണ്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. നമ്മുടെ പൂച്ചക്കുട്ടികളെയൊക്കെ കാണണ്ടേ, എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. വീഡിയോ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ഒരാൾ ഇറങ്ങി താഴെ കിടന്ന്. ബാക്കി എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പൂച്ചകളാണ്. കണ്ട എല്ലാവർക്കും താങ്ക് യു.